ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദിന്റെ തന്നെ വരികൾ കടമെടുത്തു പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുളഫർ രാജാവിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് വിപുലമായ മൗലിദ് സൽക്കാരം. വിപുലമായ മൗലിദ് സൽക്കാരം. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠനാ. മൗലിദ് കഴിക്കാൻ രാജനന്തുത്സാഹമാ, മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. ബഹുമാനപ്പെട്ടതായ മുളഫർ രാജാവ് ഹിജറ 300 ജനിച്ചതായ വ്യക്തിത്വമാണ്. 300 കാലഘട്ടത്തിലുള്ളതായ സമുന്നതായ വ്യക്തിത്വമാണ്. അവിടുന്ന് വിശുദ്ധമാക്കപ്പെട്ട മൗലിദ് കർമ്മം കഴിക്കുകയാണ്. എല്ലാ വർഷവും റബീഉൽ അവ്വൽ മാസമെത്തിയാൽ വലിയ സന്തോഷമാണ്, സന്തോഷമാണ്. ഇർബൽ ഭരിച്ചിരുന്നതായ രാജാവാണ്. 3 ലക്ഷം സ്വർണ്ണ നാണയം ഉപയോഗിച്ചിട്ടാണ് മൗലിദ് സദസ് നടത്തലത്രേ. മൗലിദ് സദസ് നടത്താൻ എത്ര പൊന്ന്? 3 ലക്ഷം പൊന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ലൈറ്റ് ഇട്ടിരിക്കുന്നത്, എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഫാൻ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരെ, റബീഉൽ അവ്വൽ വന്നാൽ മുത്തുനബിക്ക് വേണ്ടി ചെലവഴിക്കാൻ ഏത് വ്യക്തിയും തയ്യാറാവും. ഏത് വ്യക്തിയും തയ്യാറാവും. എല്ലാവരും തയ്യാറാകും. കാരണം എന്തുകൊണ്ട്? അവന്റെ സ്വന്തം ശരീരത്തെക്കാളും മാതാവിനേക്കാളും പിതാവിനേക്കാളും സഹോദരനേക്കാളും മക്കളെക്കാളും മരുമക്കളെക്കാളും കൊച്ചുമക്കളെക്കാളും കച്ചവടത്തെക്കാളും അവന്റെ ജീവിതത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടിയ സർവ്വ സമ്പാദ്യത്തെക്കാളും ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കാതെ യഥാർത്ഥ മുഅ്മിനാവൂല. അതാണ് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകർക്ക് എന്തും ചെയ്യാൻ തയ്യാറാകും, എന്തും ചെയ്യാൻ തയ്യാറാകും. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് പറഞ്ഞത് ആ ചരിത്രം വിശദീകരിച്ച് തഴവാ ഉസ്താദ് പറയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്ക്. മൗലിദ് കഴിക്കുന്നന്ന് ആട് 5000 പൊരിക്കുന്നതാണേ, കോഴിയും 10000. മൗലിദ് കഴിക്കുന്നന്ന് ആട് 5000 പൊരിക്കുന്നതാണേ, കോഴിയും 10000. കൂടാതെ 1,30,000 പാത്രങ്ങളിൽ അലുവായും ഉണ്ടോരോ തരം. 1,30,000 പ്ലേറ്റുകളിൽ വ്യത്യസ്തങ്ങളാകുന്ന മധുര പലഹാരങ്ങൾ, അലുവ. അപ്പൊ എത്ര ആളുണ്ടെന്ന് ഓർക്കണം. 1,30,000 പാത്രത്തിൽ അലുവ. അപ്പൊ ആളുടെ എണ്ണം അതിന്റെ ഇരട്ടിയാണ്. കാരണം നമ്മുടെ മൗലിദിന്റെ സദസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തുകൊണ്ട് കൊടുക്കും? ചീരണി കൊണ്ട് കൊടുക്കും, അല്ലേ? അത് ആളുടെ എണ്ണം കണ്ടിട്ടാണോ പ്ലേറ്റ് എടുക്കുന്നത്? അല്ല, പിന്നെ എങ്ങനെയാണ്? കാരണം എല്ലാവർക്കും എത്തിച്ചാൽ മതി. ഇതിനകത്ത് സാധനം ഇഷ്ടം പോലെ ഉണ്ട്. വലിയ തളികയാണ്, വലിയ തളിക രാജാവ് കൊടുക്കുന്ന തളികയാണ്. ആ തളിക തന്നെ എത്ര എണ്ണം ഉണ്ട്? 1,30,000 എണ്ണം ഉണ്ട്. അപ്പൊ ആളുടെ എണ്ണം എത്രയാണ്? സുബ്ഹാനല്ലാഹ്. ഇനി പോട്ടെ, 1,30,000 തളികയിൽ ഓരോ തളിക ഒരാൾക്ക്, എന്നാൽ തന്നെ എത്രയായി? 1,30,000 പേര് പങ്കെടുക്കുന്ന മൗലിദ് സദസ്സ് ഏറ്റവും ചുരുങ്ങിയത്. അങ്ങനെ അല്ല എങ്കിലും അങ്ങനെ തന്നെ കൂട്ടിക്കും. 5000 ആടിനെ ഇറക്കും, 10000 കോഴി ഇറക്കും എല്ലാ വർഷവും. നമ്മുടെ ഇന്ന് നടക്കുന്നുണ്ടോ ലോകത്തെവിടെയെങ്കിലും ആ രീതിയിൽ? 5000 ആടും 10000 കോഴിയും ഇറക്കാണ് എല്ലാ വർഷവും മൗലിദ് നടത്തി. റബീഉൽ അവ്വൽ വരുമ്പോൾ എന്തിനാ ഇവിടെ ചോറ് വെച്ചു കൊടുക്കുന്നത്, എന്തിനാ ഈ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നവർ പഠിക്കേണ്ടതാ. മുൻഗാമികൾ നടത്തിയിട്ടുള്ളതാകുന്ന പരിപാടി അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ കുറവാണ്. നമ്മൾ എത്ര ആടിനെ ഇറക്കുന്നു? ആടിനെ ഇറക്കും. പോത്തിന്റെ ഒരു തുട കിട്ടിയാലായി, വലിയ കിട്ടല്ല. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവും. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ആട് ആരെങ്കിലും കൊടുത്താൽ വലിയ ഇഷ്ടമാണ്, ക്യൂ നിന്ന് വാങ്ങിച്ചോളാം. 5000 ആടും 10000 കോഴിയും അറുത്തിട്ടുള്ള ചെറിയ പരിപാടി, ചെറിയ മൗലിദ് പരിപാടി എല്ലാ വർഷവും. എന്നിട്ടോ സൂഫിയാക്കളും ഔലിയാക്കന്മാരും മഹാന്മാരാകുന്ന മഹത്തുക്കളും ഉസ്താദുമാരും ഒക്കെ പങ്കെടുക്കുന്ന വലിയ സദസ്സാണ്.
സൂഫിയാക്കൾ അനവധി ഹാജറുണ്ടതിലെന്ന്. ഒരുപാട് സൂഫികൾ അക്കാലഘട്ടത്തിലുള്ള എല്ലാ സൂഫികളെയും ക്ഷണിക്കും. എന്നിട്ട് അവർക്കൊക്കെ പ്രത്യേകമായി ബഹുമാനം കൈമടക്കം കൊടുത്തിട്ട് വിടുക. ഇതൊക്കെ കിതാബുകളിലുള്ളതാണ്, വെറുതെ പറയല്ല. പ്രത്യേകമായി സമ്മാനം കൊടുക്കും. ഈ വരുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായി സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് വിടുക. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്നാ പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്നാ. 3 ലക്ഷം സ്വർണ്ണ നാണയമാണ് എല്ലാ വർഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നത്. 3 ലക്ഷം രൂപ അല്ല, പിന്നെ 3 ലക്ഷം സ്വർണ്ണ നാണയം. അല്ലാഹ്, മനസ്സിലാക്കണം. അപ്പൊ എന്തായിരിക്കും ആ സദസ്സ്? ചിലരിപ്പോ കരുതുന്നുണ്ട് അന്ന് ജനിച്ചാൽ മതിയായിരുന്നു, ഒരാടിന്റെ കുറകെങ്കിലും കിട്ടിയാന് എന്ന് കരുതുന്നവരുണ്ട്. ഇതെന്നാ നടന്നത്? ഹിജറ 300. സുബ്ഹാനല്ലാഹ്. അതാണ് തഴവ ഉസ്താദ് പറഞ്ഞത്. എന്ത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. മുമ്പ് പതിവില്ലാത്തതാണ്, അത് ഹിജറ 300 ശേഷം വന്നതാ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള വിപുലമായ കഴിക്കൽ 5000 ആടും 10000 കോഴിയും ഒക്കെ അറുത്ത് 1,30,000 പാത്രങ്ങളിൽ അലുവായും കൊടുത്ത് വരുന്നവർക്കൊക്കെ കൈമടക്കും സമ്മാനവും കൊടുത്തിട്ട് 3 ലക്ഷം സ്വർണ്ണ നാണയം പ്രതിവർഷം ചെലവഴിച്ചിട്ടുള്ള മൗലിദ് അതിനു മുമ്പ് ആരും നടത്തിയിട്ടില്ല. അതാര് നടത്തിയതാ? ഹിജറ 300 വന്നതാകുന്ന ആര് നടത്തി? മുളഫർ രാജാവാണ് നടത്തിയത്. എന്താ മുമ്പ് നടത്താന്? ജീവിച്ചിരിപ്പില്ല അന്ന് ഇദ്ദേഹം ജനിച്ചിട്ട് വേണ്ടേ? മുളഫർ രാജാവ് ജനിച്ചത് എന്നാ? 300 ജനിച്ചത്. അതുകൊണ്ടാണ് മുമ്പ് നടത്താൻ പറ്റാതിരുന്നത്. ആ മുമ്പുള്ളവരാരും എന്താ ഇതുപോലെ വിപുലമായി നടത്താനത്? മുമ്പുള്ളവരുടെ കയ്യിൽ ഇത്രയും കാശ് ഇല്ലായിരുന്നു. കാശുണ്ടെങ്കിലല്ലേ നടത്തുള്ളൂ. ഹിജറ 110 ജനിച്ചതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഉഹദ് മലയോളം സ്വർണ്ണമുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ആചരണത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു. ഉഹദ് മലയോളം 6 കിലോമീറ്ററോളം നീണ്ടു നടക്കുന്ന പ്രവിശാലമായ ഉഹദ് മലയോളം സമാനമായിട്ട് എനിക്ക് സ്വർണ്ണമുണ്ടെങ്കിൽ അത് പരിപൂർണമായി മുത്തുനബിയുടെ മൗലിദ് കഴിക്കാൻ ഞാൻ ചെലവാക്കുമായിരുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹിജറ 110 ഈ ലോകത്ത് നിലകൊണ്ടതായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുക. അപ്പൊ മുൻഗാമികൾക്ക് ആഗ്രഹമുണ്ട്, കൈ കാശില്ല. തഴവ ഉസ്താദിനെ നമ്മൾ പഠിക്കണം. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ ബഹുമാനപ്പെട്ടതാകുന്ന മുളഫർ രാജാവ് ഓതുന്നതായ ഗ്രന്ഥം ഷെയ്ഖ് ഇബ്നു ദഹിയ എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ വലിയ സൂഫിയായ ഒരു വ്യക്തി മുത്തുനബിയെ കുറിച്ച് ഒരു മൗലിദ് രചിച്ചു. മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? നബി തങ്ങളെ കുറിച്ചുള്ള മദ്ഹുകൾ. അതിൽ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന സംഭവ വികാസങ്ങളും ഉൾക്കൊള്ളിക്കുന്നു. അതുകൊണ്ട് തന്നെ മൗലിദ് എന്ന പേര് അതിന് വന്നു. മൗലൂദല്ല, ഇതെങ്ങനെയാണ്? മൗലിദ് അങ്ങനെ പറയണ്ടേ? ചിലർ ഇപ്പോഴും നോട്ടീസ് മൗലൂദ് എന്ന് എഴുതി വെക്കും. തെറ്റാണത്. മൗലിദ് എന്നാണ്, അത് പറയുക തന്നെ വേണ്ടത്. അങ്ങനെ തന്നെ എഴുതിയും വെക്കണം. മൗലിദ്. ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഒരു നല്ല മനോഹരമായ മൗലിദ് മുത്തുനബിയെ കുറിച്ച് രചിച്ചു. പ്രവാചകന്റെ മദ്ഹുകൾ ചേർത്ത്, പ്രവാചകന്റെ ചരിത്രങ്ങൾ ചേർത്തിട്ട് നല്ല ചരിത്രം ഉള്ളത് എഴുതി പിടിപ്പിക്കുകയാണ്. അതാണല്ലോ മൗലിദ്, ഇല്ലാത്തതല്ല, പൊള്ളുകഥകളല്ല. അത് എഴുതി ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അത്തൻവീർ എന്ന്. എന്താണ് ആ മൗലിദ് കിതാബിന്റെ പേര്? മൗലിദ് കിതാബിന്റെ പേര് അത്തൻവീർ. ഇത് ബഹുമാനപ്പെട്ടതാകുന്ന മുളഫർ രാജാവിന് കൊണ്ടുപോയി കൊടുത്തു. വലിയ ഇഷ്ടമായി. അദ്ദേഹം 1 ലക്ഷം സ്വർണ്ണ നാണയം ഹദിയായിട്ട് കൊടുത്തു. എഴുതിയ ഉസ്താദിന് എത്ര കൊടുത്തത്? 1 ലക്ഷം സ്വർണ്ണ നാണയം. ബിസ്മില്ല. ഇതെന്തിനാ കൊടുത്തത്? ഇതാരെക്കുറിച്ച് എഴുതിയതാണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരെ കുറിച്ച് എഴുതിയതുകൊണ്ട് 1 ലക്ഷം സ്വർണ്ണ നാണയം കൊടുക്കാൻ. നോക്കൂ നിങ്ങൾ, ആ മൗലിദായിരുന്നു ഇവരുടെ മൗലിദ് സദസ്സിലെ ഏറ്റവും മികച്ച മൗലിദായിട്ട് അവർ കൊണ്ടു നടന്നത്. അന്ന് ഓതിയിരുന്നത് നമ്മളിപ്പോൾ ഓതുന്നേതാ? മങ്കൂസ് മൗലിദ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചതാണ് ഈ മങ്കൂസ് മൗലിദ്. വീട്ടിൽ നമ്മുടെ ഒരു ഹിക്കായത്തെങ്കിലും നമ്മൾ ഓതണം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയ്യുൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ.
അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം ബാരിക്. ഒരു ദിവസം ഒരു പേജെങ്കിലും നമ്മൾ ഓതിയിരിക്കണം. റബീഉൽ അവ്വൽ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഭയങ്കര ബറക്കത്താണ്. എല്ലാ ഇമാമികളും അതിന് തെളിവ് പറഞ്ഞിട്ടുണ്ട്. മുൻഗാമികൾ അത് ചെയ്തിരുന്നത് കൊണ്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത്. മുത്തുനബിയുടെ മദ്ഹാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കണ്ട. ബഹുമാനപ്പെട്ടവരുടെ ഈ മൗലിദായിരുന്നു, ആ തൻവീർ എന്ന് പറയുന്ന മൗലിദാണ് അന്ന് ഓതിയിരുന്നത്. അന്നുള്ള മഹാന്മാരൊക്കെ ഓതിയിരുന്നത് ആ മൗലിദ് ഗ്രന്ഥമായിരുന്നു. നമുക്കിന്ന് രചിക്കപ്പെട്ട മങ്കൂസ് മൗലിദ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചതാകുന്ന ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തങ്ങൾ രചിച്ചതാകുന്ന സുബ്ഹാന മൗലിദ് എന്ന ബൃഹത്തായ വലിയ മൗലിദുണ്ട്. സുബ്ഹാന മൗലിദ് വലിയ ഏടുകളിലുണ്ടത്. ആ സുബ്ഹാന മൗലിദിന്റെ സംക്ഷിപ്തം അത് ചുരുക്കി എഴുതിയതാണ് മങ്കൂസ്. ചുരുക്കപ്പെട്ടതാകുന്ന മൗലിദ് നമ്മുടെ കയ്യിലുള്ളത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രചിച്ചത്. ഇതൊക്കെ എന്തിനാ ഞാൻ പറയുന്നതെന്നറിയോ? വർഷം 50 ആയി, നാളെ മരിക്കും. ഇപ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളിങ്ങനെ കുറെ നാളായിട്ട് ഓതുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സദസ്സുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇത് എന്താണ് ഈ സംഭവം എന്ന് പോലും നമുക്ക് ഇന്ന് വരെ അറിയുന്നില്ല. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിക്കാരനാണ്. അദ്ദേഹത്തിന് പൊന്നാനിയിൽ വന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് അക്കാലഘട്ടത്തിലുള്ള ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ മാരകമാകുന്ന രോഗം, പ്ലേഗ് അടക്കമുള്ള രോഗങ്ങൾ വല്ലാതെ വ്യാപിച്ചിരിക്കുകയാണ്. കൊറോണ പോലെയുള്ളതാകുന്ന മാരകമാകുന്ന ഒരു വ്യാധി വന്നു. ഈ വ്യാധിയിൽ നിന്ന് ഞങ്ങൾക്ക് മുക്തമായ ഒരു ജീവിതം കിട്ടണം. എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ടവർ അതിനുവേണ്ടി, ആ പ്രയാസം മാറാൻ വേണ്ടി, രോഗം ശമനം വരാൻ വേണ്ടി രചിച്ചു ഗസാലി ഇമാം തങ്ങളുടെ മൗലിദ് ചുരുക്കി എഴുതി. അതാണ് മങ്കൂസ് മൗലിദ്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ആ ചുരുക്കി ബഹുമാനപ്പെട്ടവർ അത് നൽകി. സുബ്ഹാനല്ലാഹ് അത് ഓതി. നാട്ടുകാരുടെയൊക്കെ രോഗം ശമനം വന്നു. അദ്ദേഹത്തിൻ്റെതാകുന്ന ഉസ്താദ്, മക്കയിലേതാകുന്ന മുഫ്തി, മക്കയിലെ മുദരിസായ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയുടേതാകുന്ന രചയിതാവ് ബഹുമാനപ്പെട്ടവർ നാട്ടിൽ വന്നു, പൊന്നാനിയിൽ വന്നു. അപ്പൊ അദ്ദേഹത്തെ കാണിച്ചു, ഈ കിതാബ് കാണിച്ചു, മൗലിദ് കാണിച്ചു കൊടുത്തു. ഞാൻ നബിയെ കുറിച്ച് ഇങ്ങനെ മദ്ഹ് ചെയ്തിട്ട് ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാൻ പറഞ്ഞു. ഉസ്താദ് നോക്കി, അൽഹംദുലില്ലാ, കൊള്ളാലോ. ഇത് ഗസാലി ഇമാം തങ്ങളുടെ സുബ്ഹാന മൗലിദിന്റെ സംക്ഷിപ്തം. മാഷാ അല്ലാഹ്. ഉസ്താദ് ഒരു ദുആ ഇതിനെ എഴുതി തരണം. അങ്ങനെ അദ്ദേഹം എഴുതി കൊടുത്ത ദുആ ആണ് മങ്കൂസ് മൗലിദിന്റെ ലാസ്റ്റ് നമ്മൾ കാണുന്ന സ്വലാത്തുൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാൽ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പേര് തന്നെ ദുആഉൽ ഹൈതമി, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ദുആ ആണ്. ഭയങ്കര ശ്രേഷ്ഠതയുള്ള ദുആ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്തിനാ പറയുന്നത്? ആ ദുആ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം കൊയ്തെടുക്കാൻ. വേറൊന്നും നമ്മൾ ചേർക്കേണ്ടതില്ല. അത്ര ശ്രേഷ്ഠതയുള്ള മഹാന്മാര് രചിച്ച, അഥവാ ഇബ്നു ഹജറുൽ ഹൈതമി എന്ന് പറയുന്ന വലിയ മുഫ്തിയായ, ഇന്നും ശാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ തുഹ്ഫ നമുക്ക് നൽകിയ, 10 വാല്യമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥം നമുക്ക് നൽകിയ, അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന മക്കയിലെ പ്രമുഖ മുദരിസായിരുന്ന ഇബ്നു ഹജറുൽ ഹൈതമി അടക്കമുള്ള മഹാന്മാർ അംഗീകരിച്ച് സംതൃപ്തിപ്പെട്ട മൗലിദാണ് നമ്മുടെ കേരളക്കരയിൽ പ്രചുര പ്രചാരം നേടി ഇന്നും നമ്മുടെ പള്ളികളുടെ അകത്തളങ്ങളിൽ ഓതുന്ന മങ്കൂസ് മൗലിദ്. അത് ഓതാനും അത് നിലനിർത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിതിന് ഇടയ്ക്കത് പറഞ്ഞെന്തിനാ? റബീഉൽ അവ്വൽ വിട പറയുന്നതിന് മുമ്പ് നമ്മളിത് അറിഞ്ഞിരിക്കണം, ഇത് മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു സാധാരണ അറിവായി നമ്മളിതിനെ വിട്ടുകളയരുത്. വലിയൊരു അറിവാണ് നമ്മളെ സംബന്ധിച്ചിടത്ത് പ്രത്യേകിച്ചും. കാരണം നമ്മൾ സുന്നികളാണ്, മുടങ്ങാതെ കൃത്യമായി ഇത് ഓതി വരുന്നവരാണ്. ഇത് പരിപൂർണമായി ഇതിൽ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരുമാണ്. അള്ളാഹു നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഉസ്താദുമാരെയും മഹല്ല് സാരഥികളെയും ഇത് കൃത്യമായി പാരായണം ചെയ്യുന്ന സഹോദര സഹോദരിമാരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സഹോദരിമാരും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ വീടുകളിൽ പാരായണം ചെയ്യണം. നാളത്തെ ഒരു ദിവസം ഒഴിവുള്ള സമയം ഫുള്ളായിട്ട് 1 മണിക്കൂർ ചിലപ്പോൾ എടുത്തുന്നിരിക്കും. ആയിക്കോട്ടെ, തുടക്കം മുതൽ അവസാനം വരെ ഒന്ന് ബുദ്ധിമുട്ടിയാണെങ്കിലും ഓതണം. അതിലൊരു ബറക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തഴവ ഉസ്താദ് അവറുകൾ മൗലിദിന്റെ പ്രചാരകനായിരുന്നു. 18ാമത്തെ വയസ്സിൽ അദ്ദേഹം മൽഹറുൽ അത്തമ്മ് എന്ന പേരുള്ളതാകുന്ന അറബിയിൽ ഗദ്യപദ്യ സമ്മിശ്രമായി മുത്തുനബിയുടെ പേരിൽ മൗലിദ് രചിച്ചു. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്
അതൊക്കെ സമൂഹം അറിയണം. പലരും അദ്ദേഹത്തിന്റെ 2 വരി കവിതയെടുത്ത് 300-ന് ശേഷമാണ് മൗലൂദ് തുടങ്ങിയെന്ന് തഴവ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അത് തഴവ ഉസ്താദ് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മുളഫർ രാജാവിന്റെ 5000 ആടും 10000 കോഴിയും ഒരുത്തിട്ടുള്ളതാകുന്ന വിപുലമായ മൗലൂദിനെ കുറിച്ചാണ് എന്ന് ഈ പറഞ്ഞ വരികൾക്ക് ചുവടെ തന്നെ ബഹുമാനപ്പെട്ടവർ വ്യക്തമായി വിശാലമായി ചരിത്രം പ്രതിപാദിക്കുന്നുണ്ട്. അത് കട്ടിട്ട് പകുതി മാത്രം പാടി ജനങ്ങൾക്കിടയിൽ വിഭ്രാന്തി സൃഷ്ടിക്കുക. തഴവ ഉസ്താദ് തന്നെ 18-ാമത്തെ വയസ്സിൽ ഈ അൽമവാഹിബുൽ ജലിയൊക്കെ എഴുതുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് മുത്തഅല്ലിമായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അറബിയിൽ മൽഹറുൽ അത്തമ്മി എന്ന പേരിൽ മുത്തുനബിയെ കുറിച്ച് മൗലിദ് രചിച്ചു. മലയാളത്തിൽ എഴുതി വെക്കുകയല്ല, അറബിയിൽ എഴുതി വെച്ചു. ഇന്നും അതിന്റെ ഫസാഹത്തും ബലാഗത്തും ആലിമീങ്ങൾ വായിച്ചാൽ വല്ലാതെ ഞെട്ടിപ്പോവും. സാധാരണക്കാർക്ക് ഓതാൻ ബുദ്ധിമുട്ടാണ്. അത്രയേറെ നല്ല കടുകട്ടിയുള്ള വാക്കുകളിട്ട് ഫസാഹത്തും ബലാഗത്തും നിറഞ്ഞ മനോഹരമായ കവിതകൾ ചേർത്ത് ഗദ്യപദ്യ സമ്മിശ്രമായി ബഹുമാനപ്പെട്ടവർ രചിച്ചു തഴവ ഉസ്താദ് അവർ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഞാൻ എന്തിനാണെന്ന് പറയുന്നത്, ഈ പ്രവാചകൻ ഒരു സാധാരണ വ്യക്തിത്വമല്ല. ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിൽക്കൂല, അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വറഫഅനാ ലക ദിക്റക. നബിയേ തങ്ങളുടെ പറച്ചിലിനെ നാം ഉയർത്തിയിരിക്കുകയാണ്. എല്ലാ സമയത്തും മുത്തുനബിയെ കുറിച്ച് പറയലുണ്ടാവും. وَضَمَّ الْإِلَهُ اسْمَ النَّبِيِّ إِلَى اسْمِهِ إِذَا قَالَ فِي الْخَمْسِ الْمُؤَذِّنُ أَشْهَدُ. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിക്കുന്നതിലൂടെ ആ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിരിക്കുകയാണ്. വലമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി ഇലാ ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ സമുന്നതരായ മുഅദ്ദിന്മാർ, ഉസ്താദുമാർ, അവർ 5-മതായി പറയുന്ന വാക്ക് ബാങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയതായ ബാങ്കിൽ 5-മത്തെ വാക്ക് എത്തി നിൽക്കുന്നത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആലഞ്ചേരി ജമാഅത്തിൽ നിന്ന് ബാങ്ക് കഴിയുമ്പോ തൊട്ടടുത്ത ജമാഅത്തിൽ ബാങ്ക് തുടങ്ങുകയാണ്, അടുത്ത ജമാഅത്തിൽ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ വാദ് പറയുന്ന സമയത്ത് ലോകത്തിന്റെ പല കോണുകളിലും റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാ, ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോ അമേരിക്കക്കാർക്ക് പകലാണ്, അവരിതാ ബാങ്ക് മുഴക്കുകയാണ്. അടുത്തതാകുന്ന ജമാഅത്തിന്റെ ബാങ്ക് അവിടെ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്ത് സദാസമയത്തും മുഴങ്ങി കേൾക്കുന്ന നാമമാണ് അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നാമമെന്ന് വിശുദ്ധമായ ഖുർആൻ. വറഫഅനാ ലക ദിക്റക. നബിയേ തങ്ങളുടെ പറച്ചിലിനെ നാം ഉയർത്തിയില്ലേ? ശരിയല്ലേ? ബാങ്കിലൂടെ റസൂലുള്ളാഹിയുടെ പേര് അല്ലാഹു ഉയർത്തിയില്ലേ? അല്ലാഹുവിന്റെ പേരിനോടൊപ്പം റസൂലുള്ളാഹിയുടെ പേര് ചേർത്തി പറഞ്ഞില്ലയോ? ഇഖാമത്തിൽ ചേർത്തി പറഞ്ഞില്ലേ? അത്തഹിയാത്തിൽ മുത്തുനബിയുടെ സലാത്ത് ചെല്ലാതെ എങ്ങനെയാണ് നമസ്കരിക്കാൻ പൂർത്തീകരിക്കാൻ പറ്റുന്നത്? മനുഷ്യനെ ഏറ്റവും നിർബന്ധമായി ചെയ്തു തീർക്കേണ്ടതായ മയ്യത്ത് നിസ്കാരത്തിൽ പോലും 2-മത്തെ തക്ബീർ ചൊല്ലിയിട്ട് മുത്തുനബിയുടെ മേലുള്ള സലാത്താണ്. ഹബീബായ നബി തങ്ങളെ മറന്നുകൊണ്ട് ഒരു ജീവിതവും പറ്റൂല. ഏത് സമയത്തും അല്ലാഹുവിലേക്ക് ചേർത്തിയ നാമമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ലോകത്ത് ഇതുപോലെ ഒരു വ്യക്തിയില്ല. സർവ്വ അമ്പിയാക്കളെ പരിശോധിച്ചു നോക്കണേ, ഹബീബായ നബി തങ്ങളല്ലാതെ 1,23,999 അമ്പിയാ മുർസലീങ്ങൾക്കും ഈ ഒരു മഹത്വം അല്ലാഹു നൽകിയിട്ടില്ല. മനസ്സിലാക്കണം. ലോകത്ത് എത്രയോ മനുഷ്യർ ഇവിടെ വന്നിട്ടുണ്ട്, എത്രയോ പേര് കഴിഞ്ഞു പോയിട്ടുണ്ട്, എത്രയോ പേര് ഇന്നുണ്ട്, എത്രയോ പേര് വരാനിരിക്കുന്നുണ്ട്. പക്ഷെ മുത്തുനബിയുടെ പേര് ഉയർത്തി പറഞ്ഞതുപോലെ ലോകത്തൊരാളുടെയും അള്ളാഹു ഉയർത്തിയില്ല. അള്ളാഹുവിന് മുത്തുനബിയോടുള്ളതാകുന്ന സ്നേഹം മനസ്സിലാക്കി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ഖുർആൻ പഠിക്കണേ, മനസ്സിലാക്കണേ. യാ മുഹമ്മദൂ എന്ന് ഖുർആനിൽ എവിടെയും കാണാൻ പറ്റൂല. നബിയോടുള്ളതാകുന്ന സ്നേഹമാണ്. അങ്ങനല്ലേ? ഏറ്റവും നല്ല സ്നേഹമുള്ളവർ പരസ്പരം എന്ത് വിളിക്കൂല? പേര് വിളിക്കൂല. തേനെ പാലേന്നൊക്കെ വിളിക്കൂല. അങ്ങനെയല്ലേ വിളിക്കുക? എന്ത് വിളിക്കല്? അവനവന്റെ പേരെടുത്ത് വിളിക്കോ? ഭർത്താവ് ഭാര്യയുടെ പേര്, ഭർത്താവിന്റെ പേര് ഭാര്യ എടുത്ത് വിളിക്കോ? വിളിക്കലുണ്ടോ? ഷംസേ, മുനീറ എന്ന് പറഞ്ഞ റഫീഖ് വിളിക്കലുണ്ട്. എപ്പോ? ഒരേ സമപ്രായക്കാരൊക്കെ ലൈനടിച്ച് കല്യാണം കഴിച്ചാണെങ്കിൽ പിന്നെ അതേ വിളിയിലുണ്ടാവില്ല. കള്ള ഹൈവാന ബെടുക്കൂസ് ജാമൂസ് ഇബ്ലീസ് ഇവിടെ വാടാന്ന് പറയും. അങ്ങനെ എന്നെ വിളിച്ചോണ്ടിരിക്കുക. അത് അവർക്കിടയിലെ സ്നേഹം അത്ര അദമ്യവും അല്ല. നല്ല സ്നേഹമുള്ളവർ പരസ്പരം ബഹുമാനം കൊടുത്ത് ആദരവ് കൊടുത്താണ് വിളിക്കുക, അല്ലേ? ഖുർആനിൽ എടുത്ത് പരിശോധിച്ചു നോക്ക്. ഖുർആനിൽ യാ മുഹമ്മദു എന്ന മുത്തുനബിയെ പേരെടുത്ത് വിളിച്ചിട്ടില്ല അല്ലാഹ്. യാ നബി യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ പുതപ്പിട്ട് കിടക്കുന്നവരെ. യാ അയ്യുഹൽ മുസമ്മിൽ വിളിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ പേരെടുത്ത് വിളിച്ചിട്ടേ ഇല്ല. കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല. ഈ സമൂഹം തിരിച്ചറിയൻ ഇതൊരു സാധാരണ വ്യക്തിയല്ല. ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. വഫത്തു അലാ ഖൈസറ വ കിസ്റ വന്നജാശിയ. നജാശി രാജാവിനെയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. കിസ്റയുടെയും കൈസറിന്റെയും രാജാക്കന്മാരെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ആ രാജാക്കന്മാർക്ക് സമൂഹം കൊടുക്കുന്നതായ ഒരു രീതിക്കുമുള്ള പരിഗണനയുമല്ല എന്റെ ഹബീബിനോട് സ്വഹാബത്ത് പെരുമാറിയിരുന്നത്. വല്ലാത്ത ഇഷ്ടമാണ്. വല്ലാഹി ഇൻ തനഖമ നുഖാമത ഇല്ലാ വഖഅ അലാ കഫി റജുലിൻ ഫമസഹ ബിഹാ വജഹഹു വജസദഹു. ആദരവായ പ്രവാചകൻ ഒന്ന് കാർക്കിച്ചൊന്ന് തുപ്പിയാല് പ്രവാചകന് തുപ്പൽ വീഴാൻ സമ്മതിക്കില്ല. ആ കഫം കയ്യിലെടുക്കുകയാണ്, ശരീരം മുഴുവനും പെരട്ടുകയാണ് സ്വഹാബത്ത്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ കണ്ടതാണ്. നമ്മളിത് പറയുമ്പോ മുഖം ഒന്ന് ചുളിക്കുന്നുണ്ടോ? ഈമാനില്ലാന്ന് അതിനർത്ഥം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിന്റെ ഭാര്യയെക്കാളും മക്കളെക്കാളും നിന്റെ മരുമക്കളെക്കാളും നിന്നെക്കാളും നിന്റെ സ്വന്തം ശരീരത്തെക്കാളും തിരഞ്ഞെടുക്കേണ്ടതാരെ? ഹബീബ് റസൂലുള്ളാഹി. ആ പ്രവാചകരൊന്ന് തുപ്പിയാൽ വല്ലാഹി ഇൻ തനഖമ നുഖാമതൻ ഇല്ലാ വഖഅ ഫീ കഫി റജുലിൻ ഫമസഹ ബിഹാ വജ്ഹഹു വലതഖ ബിഹാ ജസദഹു. മുഖത്തങ്ങ് പരട്ടാൻ, ശരീരം മുഴുവൻ നല്ല തേക്കാൻ റാഹത്തായിട്ട്. ആര്? സ്വഹാബത്ത്. എന്താ കാരണം? സുഗന്ധമാണ് ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ നബിയെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടില്ല, പ്രണയിച്ചിട്ടില്ല. وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك خلقت كما تشاء.
ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുകയാണ്. മുത്തുനബിയെ മദ്ഹ് ചെയ്യുന്നതിൽ നിപുണനാണ്, പരിശുദ്ധ പ്രവാചകന്റെ കവിയാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മുത്തുനബിയെ വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്, വഅഹ്സന മിൻക ലം തറഖത്തു ഐനി, തങ്ങളെക്കാൾ സുന്ദരനായ ഒരു മുഖത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താ കാണാത്തത്? അറേബ്യയിലാണ്. ഇതിനേക്കാൾ നല്ല വെളുപ്പും തുടുപ്പുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ടവർ പറയാം, وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء. തങ്ങളെക്കാൾ സുന്ദരനായ ഒരു വ്യക്തിയെ ഒരുമ്മ പ്രസവിച്ചിട്ടുമില്ല. സുന്ദരനാണ്, സുന്ദരനാണ്. خلقت مبرأ من كل عيب كأنك خلقت كما تشاء. എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ ഐബുകളിൽ നിന്നും ഒഴിവായ നിലയ്ക്കാണ് തങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലും ഭാവത്തിലുമാണ് അല്ലാഹു തങ്ങളെ പടച്ചത്. റസൂലേ, ആ പ്രവാചകരോട് അങ്ങ് ഇഷ്ക് വെച്ചാൽ പിന്നെ തീരൂലേ. പ്രവാചകൻ തുപ്പാൻ കാത്തു നിൽക്കാൻ അടിയാണ് സ്വഹാബത്ത്. എന്തിന്? തുപ്പലൊന്ന് കയ്യിലെടുക്കാൻ. എന്നിട്ട് മേത്ത് മുഖത്ത് വരട്ടും. ഇതെവിടെയാ ഉസ്താദ് ഈ പറഞ്ഞിട്ടുള്ളത്? കള്ളം പറഞ്ഞിട്ട് മുലിയാരി പോകല്ലേ. ഇമാം ബുഖാരി, സഹീഹുൽ ബുഖാരി ഓതാൻ അറിയണം. എൻ്റെ അടുത്തോട്ട് വാ, കാണിച്ചു തരാം. സഹീഹുൽ ബുഖാരി അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആധികാരിക ഗ്രന്ഥം, സ്വഹീഹായ ഗ്രന്ഥം പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ജാമിഉസ് സ്വഹീഹാണ് എന്ന് ലോകത്തുള്ള സർവ്വ പണ്ഡിതന്മാരും ഐക്യത്തോടുകൂടി പറഞ്ഞതാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണ്. നിഷേധിക്കാൻ പറ്റൂല. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇബ്തദറു ബിഹി, ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ ഓടുകയാണ് അത് നടപ്പിലാക്കാൻ. മാത്രമല്ല പ്രവാചകരുടെ മുന്നിൽ അവർ ശബ്ദം താഴ്ത്തുമായിരുന്നു. ഉറക്കെ സംസാരിക്കൂല. നബി ഉള്ളതാകുന്ന ഒരു മജ്ലിസിൽ ഒരു ശബ്ദം ഒരല്പം പോലും ഉയർത്തൂല. നബിയേക്കാൾ ഉയർത്തി സംസാരിച്ചിട്ടേ ഇല്ല സ്വഹാബത്ത്. സാധാരണ മനുഷ്യനാണെങ്കിൽ നടക്കുവോ? നമ്മള് പള്ളിയിലെ മൂലികാരത്ത് ചപ്പാടും ബഹളവും പടച്ചവൻ നമ്മൾ എന്താ കാണിക്കുന്നത്? യഥാർത്ഥത്തിൽ പാടില്ല. കാരണം അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ആര്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാഇ. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. സംസാരം വളരെ സൂക്ഷിച്ചു വേണം, ഇല്ലെങ്കിൽ വലിയ അപകടത്തിൽ ജനിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു വാക്കും സ്വഹാബത്ത് സംസാരിച്ചിരുന്നില്ല. ഒരല്പം ഒരു ശബ്ദം ഉയർത്തിയിരുന്നില്ല. ഇന്നും നിങ്ങൾ പരിശുദ്ധമായ റൗളയിൽ പോയാൽ, ഞാൻ ഈ 2 ആഴ്ച മുമ്പ് പോയതാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകുന്ന റൗളയിൽ അഥവാ പരിശുദ്ധമായ പ്രവാചകനെ സിയാറത്ത് ചെയ്യാൻ പോയാൽ ആ മഖ്ബറ ഷരീഫിന്റെ നേരെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ള ആയത്താണ് എന്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. അല്ലയോ മുഅ്മിനീങ്ങളെ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. ആദരവായ പ്രവാചകന്റേതാകുന്ന ശബ്ദത്തേക്കാൾ ഒരൽപ്പം പോലും നിങ്ങളുടെ ശബ്ദം ഉയരരുതേ. ആ പ്രവാചകന്റെ മുന്നിൽ പ്രത്യേകിച്ചും ശബ്ദം ഉയർത്തരുത്. ولا تجهروا له بالقول كجهر بعضكم لبعض
നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ വിളിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനോട് പരുത്ത ശബ്ദത്തിൽ നിങ്ങൾ ഇടപെടരുതേ. അങ്ങനെ വിളിച്ചാൽ എന്താണ് ഉസ്താദേ സംഭവിക്കുക? ഖുർആൻ പറയുകയാണ് അന്തഹബത അഅമാലുക്കും, നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സർവ്വ അമലും പൊളിഞ്ഞു പോകാൻ അത് മതിയെന്ന് വിശുദ്ധമായ ഖുർആൻ. 60 വർഷമായി ഉമ്മാനെ നിസ്കരിക്കുന്നവളാണ്. പാതിരാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി അതിശക്തമാകുന്ന തണുപ്പുള്ള സമയത്ത് പോലും ഒതുവെടുത്തുകൊണ്ട് മണിക്കൂറുകളോളം നിന്ന് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഉമ്മയാണ്. സുബഹി നമസ്കാരം നിർവഹിക്കുന്നവരാണ്. ഖുർആൻ ഖത്മ തീർത്തിട്ടുള്ളവരാണ്. ആയിരക്കണക്കിന് ദിക്റുകൾ, സ്വലാത്തുകൾ, തഹ്ലീലുകൾ ദിനേന ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരാ. പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാണ്. 20 ഉംറ ചെയ്തവരാണ്. സകാത്തുകൾ കൊടുത്തവരാണ്. 19 കൊല്ലമായി റമദാനിലെ നോമ്പ് പിടിക്കുന്നവരാണ്. ജമാഅത്തുകൾ ശ്രദ്ധിക്കുന്നവരാ. പക്ഷേ റസൂലുള്ളാഹിയുടെ മുന്നിൽ ഒരൽപ്പം ശബ്ദമുയർത്തി സംസാരിച്ചാൽ അന്തഹബത അഅമാലുക്കും, നിന്റെ അമൽ മുഴുവനും പൊളിഞ്ഞു പോകുമേ, ഇല്ലാതാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. وأنتم لا تشعرون, നീ അറിയാത്ത വിധത്തിൽ നിന്റെ അമല് പൊളിഞ്ഞെന്ന് നീ അറിയുകയില്ല. കാരണം ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇതാ സാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അഷ്റഫുൽ ഖലായിഖാണ്. ലോകത്തുള്ള സർവ്വ സൃഷ്ടികളിലും നേതൃത്വമാണ്. സൃഷ്ടികളിൽ ഉത്തമരായ ഈ വ്യക്തിയുടെ മുന്നിൽ അനാവശ്യമായി വർത്തമാനമൊന്ന് ഉയർത്തി സംസാരിച്ചാൽ പോലും നിന്റെ അമലുകൾ മുഴുവനും ഇല്ലാതാകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തായി പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഒരല്പം ശബ്ദമുയർത്തി സംസാരിച്ചാൽ തന്നെ നിന്റെ ആയുസ്സിൽ ചെയ്ത അമല് മുഴുവനും പൊളിഞ്ഞു പോകും. ഖുർആനാണ് ഇതിനെ വെല്ലാൻ. എന്താ അപ്പൊ ഇതൊരു സാധാരണ മനുഷ്യനാണോ? ആണോ? നിങ്ങൾ പറയും. സാധാരണ മനുഷ്യനാണെങ്കിൽ അങ്ങനെ സംഭവിക്കോ? ഇതൊരു സാധാരണ വ്യക്തിയായി കാണരുത്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത് അക്സറുഹും ലാ യഅഖിലൂൻ വലൗ അന്നഹും സബറൂ ഹത്താ തഖറുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയേ, തങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന ചില ആളുകളെ നാം കാണുന്നുണ്ട്. അവർ വിവരമില്ലാത്തവരാണ്, വിവേകമില്ലാത്തവരാണ്. അവരല്പം ക്ഷമിച്ചു നിൽക്കുകയും തങ്ങൾ അവരിലേക്ക് വരുന്നത് വരെ അല്പം ക്ഷമയോടുകൂടി നിലകൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും കരണീയമെന്ന് പറഞ്ഞു കൊടുക്കൂ റസൂലേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വിശാലമായ ചരിത്രമൊക്കെ ഉണ്ട് ഇവിടെ. സൗബാൻ റളിയല്ലാഹുവിന്റെ ഒക്കെ ഞാനിപ്പോ പറയുന്നില്ല. സൗബാൻ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് ഓതിയപ്പോ അദ്ദേഹം സ്വഹാബത്തിനിടയിൽ അല്പം ശബ്ദമുയർന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി അഖാഫു, ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു, അന്ന ഹാദിഹിൽ ആയത്തു നസലത്ത് ഫിയ്യ, ഈ ആയത്ത് എന്നിലാണ് ഇറങ്ങിയത്, ഞാൻ ഭയക്കുന്നുണ്ട്. കാരണം എന്താ? ഞാൻ അല്പം ശബ്ദമുള്ള ആളാണ്. ഈ ആയത്ത് എന്റെ വിഷയത്തിലാണ് ഇറങ്ങിയതെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ഹാരിബൻ ഓടുകയാണ്. മദീനയിലെ തെരുവിനോട് ഓടി വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഒട്ടകത്തിന്റെ ആലയിൽ കയറാൻ പോവാണ്. ഒട്ടകത്തെ കെട്ടുന്നതാകുന്ന അതിന്റെ കൂട്, അതിൽ കയറുക. നീ അതിൽ ഞാൻ കയറി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? ആ ഒട്ടകത്തിന്റെ ആലയിൽ ആണി വെച്ച് ബന്ധിച്ചേക്കണം. ഞാൻ പുറത്തിറങ്ങുന്നില്ല. എന്റെ വിഷയത്തിൽ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിറക്കുന്നത് വരെ, അല്ലെങ്കിൽ ഞാനല്ല എന്ന് പറയുന്നത് വരെ ഞാൻ ഇനി ഇതിൽ കഴിയാൻ, ഞാൻ ഈ നബി അടുത്തോട്ട് പോകുന്നില്ല. പേടിച്ചിട്ട്, ഭയപ്പെട്ടിട്ട്, അവരുടെ ഈമാനിൽ നിന്ന്. ഇങ്ങനെ ഒരു ആയത്ത് നമുക്കിടയിൽ വെച്ച് ഓതിയാൽ നമ്മൾ അപ്പം തന്നെ പറയും, ഈ ആയത്ത് എന്റെ വിഷയത്തിലല്ല, എന്റെ വിഷയത്തിലാണ്. വേറൊരുത്തന്നെ ചൊല്ലിപ്പോ
ഇതാണ് നമ്മൾ. ഇത് സ്വഹാബത്ത് ഭയപ്പെടുകയാണ്. കാരണം അമല് മുഴുവൻ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഓടുക. എന്നിട്ട് ഒട്ടകത്തിൻ്റെതാകുന്ന ആലയിൽ കയറി ബഹുമാനപ്പെട്ട അഭയം പ്രാപിച്ചു. ഭാര്യയോട് പറഞ്ഞു, ജമീല, ഞാൻ ഇതിനകത്ത് കയറിയാൽ ജമീല എന്ന ഭാര്യയോട് പറയാൻ, നീ അതിൻ്റെതാകുന്ന ആലയിൽ ആണി വെച്ച് നല്ലതുപോലെ അടിച്ചേക്കണം. അങ്ങനെ ചെയ്തു. ഭാര്യ അങ്ങനെ ചെയ്തു. ഒട്ടകത്തിന്റെ ആലയിൽ കയറിയിരിക്കാൻ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹീ നൽകപ്പെട്ടു. പ്രവാചകൻ ചോദിച്ചു, എവിടെ സൗബാൻ? അയിന സൗബാൻ? സൗബാൻ എവിടെ? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ട് ഓടുന്നുണ്ടായിരുന്നു, ഞാനാണ് നിങ്ങൾക്കിടയിൽ ശബ്ദം വളരെ കൂടുതലുള്ളത്, എന്റെ വിഷയത്തിനാണ് ഈ ആയത്തിറങ്ങിയതെന്ന് ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് ഓടിയിട്ടുണ്ട്. ആളെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വരാൻ പറഞ്ഞു. നബി വിളിച്ചാൽ പിന്നെ വരാതിരിക്കാൻ പറ്റൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ നിസ്കാരത്തിലാണെങ്കിൽ കൈയടിച്ചു പോകണം. ആര് വിളിച്ചാൽ? സുന്നത്ത് നിസ്കരിക്കുമ്പോ. ആര് വിളിച്ചാൽ? പാപ്പായും ഉമ്മയും വിളിച്ച, മാതാപിതാക്കൾ വിളിച്ചാൽ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ കൈയടിച്ചു പോകണമെന്നാണ് മസലയാണ്. ഇത് പഠിക്കണം. സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഉമ്മായും പാപ്പായും വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കൈകെട്ടാൻ നിൽക്കണ്ട. അങ്ങനെ സംഭവിച്ചാൽ എന്തിനാ പറഞ്ഞത്? അവരുടെ മഹത്വം വെളിപ്പെടുത്തേണ്ടത്. വാപ്പായി ഉമ്മായി നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോഴാണ് അവർ നമ്മളെ വിളിക്കുന്നത്. ഹൈവാനെ എന്ന് വിളിച്ചാൽ വേഗം വിളി കേൾക്കണം. ആണ് പറഞ്ഞത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചാൽ ഫർള നമസ്കാരത്തിലാണെങ്കിൽ പോലും കൈയഴിച്ചു പോകണമെന്നാണ്. നബി തങ്ങൾ വിളിച്ചാൽ അതാണ് നബിയുടെ മഹത്വം. ഫർള നിസ്കരിക്കാൻ ആര് വിളിക്കുന്നു? ഹബീബ് റസൂലുള്ളാഹി. ഇനി അത് കാണിച്ചിട്ട് ഹാല് കാണിക്കണ്ട. ചിലരങ്ങനെയുണ്ട്, ഫർള് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതൊക്കെ കൈയഴിക്കും. എന്താ നബി വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി, പോരാ കേട്ടോ, ഒരു മിനിറ്റ്. അങ്ങനെ ചില ആളുകളുണ്ട്, പിറ്റേ ദിവസം പച്ചയൊക്കെ ഇട്ട് കയ്യിൽ 50 മോതിരം ഇട്ട് യാ കയ്യും പരിപാടി. അതിനകത്ത് ഉടായിപ്പ് തട്ടിപ്പ്. ആ പരിപാടിക്ക് നിൽക്കണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയുണ്ട്. ഇതിപ്പോൾ പറഞ്ഞു കൊടുത്താൽ പിന്നെ എന്താവും? നാളെ ഈ സമയമാകുമ്പോൾ പറയും ഞാനൊരു ചെറിയ ശൈഖാണ്. കാരണം എന്നാ, നിങ്ങൾ ആരും കേട്ടില്ലേ? ചോദിക്കുകയാണ് നമ്മളോട്. ഇല്ല കേട്ടില്ല. എന്ത്? നബി വിളിച്ചായിരുന്നു. ഇപ്പോൾ വിളിച്ചോളൂ, ഞാൻ പോരാ കേട്ടോ, മദീന വരെ ഒന്ന് പോയിട്ട് വരാം. ഇങ്ങനത്തെ ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊക്കെ തട്ടിപ്പും വെട്ടിപ്പും അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയൊക്കെ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഉമ്മത്തിനായിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നല്ല സൽപാന്താവിലൂടെ പോകാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. നബിയുടെ മഹത്വമാണത്. അങ്ങനെ പരിശുദ്ധ പ്രവാചകൻ ആളെ വിളിപ്പിച്ചു. നബി തങ്ങളെ വിളിച്ചാൽ പോയിരിക്കാൻ പറ്റൂല. അദ്ദേഹം ആലയിൽ നിന്ന് ഇറങ്ങി നേരെ മുത്തുനബിയുടെ അടുക്കൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ വിഷയത്തിലല്ല ഇത് ഖുർആനിക വചനം. ചില ആളുകൾ ശബ്ദമുയർത്തിയെങ്കിലും നിന്റെ വിഷയത്തിലല്ല ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. നീ പേടിക്കേണ്ടതില്ല. വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്, പേടിക്കണ്ട എന്ന് വിശുദ്ധമായ ഖുർആനിക വചനം പറഞ്ഞു. അപ്പോഴാണ് ആശ്വാസമായത്. അൽഹംദുലില്ലാഹ്. കാരണം ഇല്ലെങ്കിൽ എന്താ, അമലെല്ലാം പൊളിഞ്ഞു പോകും. ഇത് ഇന്നും ഉമ്മത്തിന് ബാധകമാണോ? ബാധകമാണെന്നാണ് അയിമ്മത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാർ. നമ്മൾ ഇന്നും മുത്തുനബിയുടെ ചാരത്തെത്തിയാൽ എന്ത് വേണം? വളരെ സൈലന്റ് ആയിരിക്കണം. വളരെ സൈലന്റ് ആയിരിക്കും. കാമാൻ കൊയറ്റായിട്ടായിരിക്കണം. ചിലർ അവിടുന്ന് ഭയങ്കര ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് ലൈവ്, യൂട്യൂബ് ലൈവ്, ഭയങ്കര സംഭവമാണ്. ചിലർ മൊബൈലും പിടിച്ച്. അതവിടെ നിരോധനമല്ല, ഇങ്ങനെ പിടിച്ചു പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ട് പലയിടത്തും. പക്ഷെ ആളുകൾ ചിലപ്പോൾ തടഞ്ഞോണമൊന്നുമില്ല. പക്ഷെ ചെയ്യുന്നത് വളരെ മോശമാണ്. നബിതങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നു. മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് റൗദയിൽ കൂടെ ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഇവനെ വെച്ചെത്തിയിട്ട് പറയാ, ഈ കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇവനെ കൊച്ചാപ്പല്ലേ ഇങ്ങനെ പറഞ്ഞു കിടക്കുക. ഈ കിടക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, എല്ലാവരും കണ്ടോണേ, ഇതാണ് റൗദ, അതാണിത്. ഇവനെ വെച്ചിട്ടുകൊണ്ട് നടക്കുക പള്ളിക്കകത്തൂടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് വളരെ ശ്രദ്ധിക്കണം. വലിയ അദബുകേടാണ്, വളരെ വലിയ ഗുരുത്തക്കേടാണ്. ജീവിതത്തിൽ വലിയ നാശമുണ്ടാക്കും. മുത്തുനബിയുടെ മുന്നിൽ വളരെ സൗമ്യതയോടുകൂടി നിലകൊള്ളണം. എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത് നബി മുഹമ്മദ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വളരെ നല്ല റാഹത്തായി നിന്നിട്ട് വേണം നമ്മൾ പോകാൻ. ഒരു മോശമായ രീതിയിൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിത്വമാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞാനൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കും മുത്തുനബിക്ക്. ആ വിരിപ്പോ നബിയുടെ ഭാര്യയാണ് ആര്? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ.
നബിതങ്ങൾ പോകുമ്പോൾ ആ വിരിപ്പ് ഞാനിങ്ങ് എടുക്കും. നബിക്ക് നല്ല വിയർപ്പുള്ള വ്യക്തിയാണ്. ഈന്തപ്പന ഓലകൾ മേഞ്ഞതാകുന്ന വീട്ടിൽ ഒരു ഫാനും ഇല്ലാതെ കിടന്നാൽ പിന്നെ അങ്ങനെ വിയർക്കാതിരിക്കും. വിയർപ്പ് നല്ല ആരോഗ്യമുള്ള മനുഷ്യന്റെ ലക്ഷണവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ ഞാൻ ആ തുണി ഇങ്ങനെ എടുത്തിട്ട് ഒരു കുപ്പിയിലേക്ക് ഇങ്ങനെ പിഴിയും. ഹദീസാണ് ഇതൊക്കെ. ഹദീസ് നമുക്ക് കെട്ടുകഥ പറയല്ല, ഹദീസാണ്. അല്ലെങ്കിൽ ഉസ്താദുമാരുണ്ടല്ലോ എന്റെ ഹൽക്കിന് പിടിക്കാൻ പറ്റിയ ആലിമീങ്ങളോട് അതിനെ കള്ളം പറയുന്നു. കള്ളം പറഞ്ഞ് വിൽക്കേണ്ട കാര്യമില്ലല്ലോ. ദീൻ പറയാൻ ശരിക്കും ശ്രദ്ധിച്ചോ. ഞാൻ ഈ വിരിപ്പിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിഴിയും. ആര് പറയാൻ? ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ. എന്നിട്ടത് കുപ്പിയിലാക്കും. നല്ല നല്ല സുദിനങ്ങൾ വരുമ്പോൾ എൻ്റെ മക്കൾക്ക് ഞാനിത് തേച്ചു കൊടുക്കും. നല്ല കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. എന്ത് വിയർപ്പ് പറയുന്നത്. നമ്മൾ ഇന്നലെ ഇട്ട ഡ്രസ്സ് ഇന്ന് എടുത്തുകൊണ്ട് വെക്കണം. അടച്ചവനെ ബോധം പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ. റബീഉൽ അവ്വൽ കഴിഞ്ഞ് ചോറൊക്കെ തീർന്നു കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും. അതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാനിതെന്തിനാ പറഞ്ഞത്? നമ്മളും മുത്തുനബിയായിട്ടുള്ള അന്തരം പറഞ്ഞുതരാൻ. റസൂലുള്ളാഹി ഒരു സാധാരണ വ്യക്തിത്വമല്ല, മനസ്സിലാക്കണം. ഹദീസാണ്. നബി തങ്ങളുടെ സ്വന്തം ഭാര്യ ചെയ്യുന്ന പരിപാടിയാണ്. നബിക്ക് വരുമ്പോൾ പ്രത്യേക ഒരു വിരിപ്പ് വിരിക്കും. അപ്പൊ ആ വിരിപ്പ് ഒരു തോർത്തുമുണ്ട് പോലെയാണെന്ന് മനസ്സിലാക്കണം. കാരണം അതിനാ നല്ലതുപോലെ വിയർപ്പ് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിക്ക് നബി എഴുന്നേറ്റ് പോകുമ്പോൾ അത് ഞാൻ പിഴിഞ്ഞെടുക്കും. എന്നിട്ട് അതാണ് സൂക്ഷിച്ചു വെക്കുക. സ്ഥിരമായി ചെയ്യും. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഹദീസാണ്.